English class. So നോക്കൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ദേ നമ്മുടെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്ന പാഠത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, നമ്മുടെ അപ്പുവിന് ദുർഗരൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മറന്നിട്ടില്ല. അന്ന് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോ പിക്കിൾ, പലതരത്തിലുള്ള മാങ്ങ അച്ചാർ, നമ്മൾ എന്താണ് മാങ്ങ അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്, അതിന് ശേഷം വരുന്ന ഒരു എന്താണ് ആക്ടിവിറ്റീസ് എന്നാണ് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫൈൻഡ് എക്സ്പ്രഷൻസ് അല്ലേ. എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്, എന്താണ് ഇമോജീസ് ആണല്ലോ. എന്തിനും ഇമോജിയാണ്, എന്താണ് സങ്കടമാണെങ്കിലും ദുരന്തമാണെങ്കിലും സെഡ് ആണെങ്കിലും എന്താ പറയുക കളിയാക്കലും ഫണ്ണാണെങ്കിലും ടേസ്റ്റ് യമ്മി മുതൽ എന്താണ് ഈവൻ വോമിറ്റിംഗ് ആണെങ്കിൽ കൂടി എന്താണ് നമ്മൾ മൊത്തം ഇമോജി ലോകത്ത് ജീവിക്കുന്നവരല്ലേ. യെസ്, ബട്ട് വി ഓൾവേസ് വാണ്ട് ടു ബി വെരി ഹാപ്പി. ബട്ട് എന്താണ് നമ്മൾ എപ്പോഴും കൂടെ ഉള്ളവർ എന്താണ് മഹാ നോട്ടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ കലിപ്പന്മാരൊക്കെ ആയിരിക്കും അല്ലേ. നമുക്ക് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഏറ്റവും എനിക്കൊക്കെ തോന്നുന്നു എപ്പോഴും എന്താണ് അധികം എൻ്റെയൊക്കെ ഒരു നേച്ചർ ചിലപ്പോൾ ഇതാകാൻ വേണ്ടിയിട്ട് കാരണം ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട്. ഓക്കെ, എനിവേ സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ എക്സ്പ്രഷൻ. ഇവിടെ നോക്കാം, നമുക്ക് റീഡ് ദ സ്റ്റോറി അഗെയിൻ. നമ്മളുടെ കഥ വീണ്ടും പഠിക്കാനാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. ആൻഡ് റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് ഫിറ്റ്സ് എക്സ്പ്രഷൻസ് ഗിവൺ. നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം, ഇത് ഡയലോഗ്സ് നമ്മൾ വായിക്കുക, കറക്റ്റ് എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുക നമ്മളിവിടെ ഓപ്റ്റ് ചെയ്ത് എഴുതണം. ഇവിടെ നോക്ക്, നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഇതൊക്കെ. ഫസ്റ്റ് വൺ ഈസ് ആങ്സൈറ്റി. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എന്താണ് ആങ്സൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ആങ്സൈറ്റഡ് ആയിട്ട് നമ്മൾ അപ്പു ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. നെക്സ്റ്റ് വൺ ഹാപ്പിനെസ്, നെക്സ്റ്റ് ഇറ്റ് ഈസ് ഫിയർ, നെക്സ്റ്റ് ഇസ് ആങ്കർ ആൻഡ് സാഡ്നെസ് അല്ലേ. ദുഃഖം എന്താണ്, ദേഷ്യം, ഭയം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇമോജീസും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സാഡ് ആണ്, ഫിയർ ആണ്, സാഡ്നെസ് ഒക്കെ. അപ്പം നമുക്ക് നോക്കാം, where did you get them from ദീദി. നമുക്കറിയാം ഇത് ആര് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ അപ്പുക്കുട്ടൻ ചോദിച്ച ചോദ്യമാണ്. അയ്യോ ഈ മാങ്ങയോ, ഇത്രയും മാങ്ങ കഷ്ണങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു ആങ്സൈറ്റി ആയിരുന്നു, എന്ത് ഹി വാസ് ആങ്ഷ്യസ് അബൌട്ട് ദ മാംഗോസ് അല്ലേ. ആ മാംഗോസ് എവിടെ നിന്ന് കിട്ടി, അതും ഇത്ര രാവിലെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അവൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ദിസ് ഇസ് anxiety and the dialogue is said by ആരാണ്, അപ്പുക്കുട്ടൻ. And now the second one is as he ate he smiled a guilty smile at his sister. അതും ആരാണ്, മാങ്ങൊക്കെ വാങ്ങി തിന്നിട്ടും എന്ത് സംഭവം എന്തൊക്കെ പേടിയുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിലും അമ്മ ചീത്ത പറയുന്നൊക്കെ ആണെങ്കിൽ കൂടി എന്താണ് he wanted to eat the mango അല്ലേ. പുള്ളിക്ക് എന്ത് വേണം, മാങ്ങ എന്ത് ചെയ്യണം, എന്തായാലും എടുത്ത് കഴിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മാങ്ങ എന്ത് ചെയ്തു അങ്ങ് എടുത്ത് കഴിച്ചു അല്ലേ. അപ്പൊ ഹാപ്പിനെസ് ആണ് എന്താ, അതും അപ്പുവിൻ്റെ തന്നെയാണ്. ബട്ട് ma will give it to me if I bring down the oil pot from the shell. ഇതും ആരുടെ, ഫുൾ അപ്പുക്കുട്ടൻ്റെ ഡയലോഗാണ്. എങ്ങാനും ഞാൻ ഓയിൽ പാത്രം എടുക്കാൻ പോയി ഓയിൽ എങ്ങാനും നിലത്ത് എന്താണ് സ്പിറ്റ് ചെയ്ത് കണ്ടാൽ എന്താണ് അമ്മയ്ക്ക് മനസ്സിലാകും ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് അമ്മ വിൽ ഗിവ് മി നൈസ്ലി, അമ്മ എന്ത് ചെയ്യും എനിക്ക് നല്ല അടി തരും എന്ന് പറഞ്ഞത് ആരാണ്, അപ്പുവാണ്. സോ ദാറ്റ് വാസ് അബൌട്ട് ഫിയർ. നൗ ദ നെക്സ്റ്റ് വൺ നോക്കാം, യു ലിറ്റിൽ മങ്കി വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ് ക്ലീൻ. ഈ കുട്ടി കുരങ്ങ, നീ എന്താണ് നിന്റെ മുഖം എന്ത് ചെയ്തില്ല, നീ ഒട്ടും തുടച്ചില്ലേ, നീ മുഖം തുടയ്ക്കേണ്ടേ, മുഴുവൻ എന്തുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നുണ്ട് അപ്പുവിനോട് അല്ലേ. അപ്പം നോക്ക് ആങ്കർ ആണ്, ഇത് നമ്മളെ ദുർഗയാണ് പറയുന്നത്. ഈ ഡയലോഗ് ആരുതാ, ദുർഗ കുട്ടിയുടേതാണ്. Now the last one is they are right upon the shelf. I can't even reach it അല്ലേ. അയ്യോ അത് എവിടെയാണ്, ഷെൽഫിന്റെ മേലെയാണ്, എനിക്ക് എടുക്കാൻ പോലും എന്താണ് എന്നെ കൊണ്ട് എത്തൂല എന്ന് പറഞ്ഞത് ആരാണ്, അപ്പുവാണ്. അപ്പു വളരെ സാഡ് ആയിട്ടാണ് എന്ത് പറയുന്നത്, ആ കാര്യം പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് അവർ ഫസ്റ്റ് എക്സസൈസ് ആൻഡ് വി ഡിഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്ത് ഇതേപോലെ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. Now we have a revision here and we have 3 questions അല്ലേ. നമുക്കിവിടെ എന്തുണ്ട്, 3 ചോദ്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, what similarities do you find between Appu and Durga. നമ്മൾ അപ്പുവിൻ്റെ ദുർഗയ്ക്കും കാണുന്ന സിമിലാരിറ്റീസ്, താരതമ്യങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ നോക്കുക, they are siblings, അവരെന്താണ് സഹോദരങ്ങളാണ് അല്ലേ. സഹോദരങ്ങൾ ഒരു തിങ് ഇങ്ങനെയുണ്ട്. ഓക്കെ, അങ്ങനെ ഇവ സഹോദരങ്ങളാണ്. ആൻഡ് ബോത്ത് ആർ നോട്ടി, രണ്ടുപേർ അത്യാവശ്യം എന്താണ് കുരുത്തക്കേട് വമ്പത്തരം ഒക്കെ എന്തുണ്ട് കയ്യിലുണ്ട് അല്ലേ. ബോത്ത് ഓഫ് ദം ആർ അഫ്രൈഡ് ഓഫ് ദെയർ മദർ. രണ്ടാൾക്കും എന്താണ് മാങ്ങ കട്ട് തിന്നണം, മാങ്ങച്ചാർ ഉണ്ടാക്കണം ഒക്കെ വേണമെങ്കിൽ കൂടി എന്താണ് അമ്മ ഒത്തിരി പേടിയാണ്. അപ്പോൾ രണ്ടുപേരും എന്താണ് ദി ആർ വെരി സ്കെയർഡ് ഓഫ് ദിയർ മദർ. അത് തന്നെയാണ് ഇവർ തമ്മിൽ എന്ത് സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താടാ, താരതമ്യം. മിസ് എപ്പോഴും പറയലുണ്ട് അർത്ഥം അറിയാതെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോകരുത്. സോ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യം. സോ ഇതാണ് അവർ തമ്മിലുള്ള എന്താ, അവർ തമ്മിലുള്ള ഒരു ചേർച്ചട്ടോ, സെയിം ടു സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ. Now the next one is pick out the sentences which tells that Durga is pretty. ദുർഗ വളരെ പ്രിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സെന്റൻസസ് അഥവാ വാചകങ്ങൾ ഏതൊക്കെയാണ്.
നോക്ക് ഓൺ എ ഫൈൻലി ഷേപ്പ് ഫേസ്. നമ്മൾ പറയുന്നത് നല്ല മെലിങ്ങിങ്ങനെ കോലിച്ച മുഖമുള്ള കുട്ടിയാണ് ആര്? നമ്മുടെ ദുർഗ. ഹർ ഐ ഷോൺ ലാർജ്. അവരുടെ കണ്ണുകൾക്ക് എന്തുണ്ടായിരുന്നു? വളരെ തിളക്കമുണ്ടായിരുന്നു. നല്ല തിളങ്ങുന്ന കണ്ണുകൾ. തിളങ്ങുന്ന കണ്ണുകളാണ് ആരുടെ? നമ്മുടെ ദുർഗയുടേത്. ലൈക്ക് ഹർ ബ്രദേഴ്സ് അല്ലേ. അപ്പോൾ വളരെ മെലിഞ്ഞെന്താ കോലിച്ച മുഖത്ത് നല്ല തിളക്കമുള്ള കണ്ണുകളുള്ള കുട്ടിയാണ് ആര്? നമ്മുടെ ദുർഗ. Now the third question, you stand by the back door and keep a lookout. Why does Appu say so? You stand by the back door and keep a lookout. എന്താണ്? നീ എന്ത് ചെയ്യണം? നീ അടുക്കള ഭാഗത്ത് എന്ത് ചെയ്യണം? അവിടെ നിന്ന് നോക്കണം അമ്മ വരുന്നുണ്ടോ എന്നുള്ളത് കാണാൻ വേണ്ടി. അടുക്കള ഭാഗത്ത് എന്ത് വേണം? ഒരു നോട്ടം വേണം. Why does Appu say so? എന്തുകൊണ്ടാണ്? എടാ why എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. why എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ട്. എൻ്റെ മക്കൾ നോക്ക്, നിങ്ങൾ 6ാം ക്ലാസ്സിലാണ്. ഇനി അത്യാവശ്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് തന്നെ പഠിച്ചിട്ട് എന്തിനു പോകണം കേട്ടോ. Appu says so. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാ? Their mother has gone to the gut for washing the clothes. അമ്മ എവിടെയാ പോയത്? കുളക്കടവിലെ. എന്താണ്? തുണികൾ കലക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മ കുളക്കടവിൽ പോയിട്ടുണ്ട്. They were scared of their mother. ഇവർക്കാണെങ്കിൽ അമ്മേനെ ഭയങ്കര പേടിയാണെന്നുള്ളത് നമുക്ക് പാഠം പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. Appu was fetching some oil and sour from the kitchen. Appu ആണെങ്കിൽ നൈസായിട്ട് കിച്ചൺ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നൈസായിട്ട് എന്താ ചെയ്യുന്നത്? പോയിട്ട് സാൾട്ട് ഉപ്പും എന്ത് ചെയ്യുന്നുണ്ട്? മുളകും എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓയിലും ഉപ്പും ഒക്കെ. If mother sees him, എങ്ങാനും അമ്മ അവനെ കണ്ടാൽ, അതും എങ്ങനെയാണ്? സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ? മോഷ്ടിക്കുന്നത്. നോക്ക്, എന്താ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ? മോഷ്ടിക്കുന്നത് കണ്ടാൽ ഷീ വിൽ ബീറ്റ് ഹിം. നല്ല നൈസായിട്ട് നൈസായിട്ട് എന്താണ്? നല്ല അടി അങ്ങ് കിട്ടും. സോ ദാറ്റ് വാസ് ദ 3 questions അല്ലേ. ഇനി ഇവിടെ നോക്കടാ, നമുക്കൊരു കുഞ്ഞു എന്താണ്? എഡിറ്റിംഗ് എക്സസൈസ് ആണ്. ഇപ്പോഴേ നിങ്ങൾ എഡിറ്റിംഗ് പഠിച്ചിട്ട് പോകണം. കാരണം എന്താണ്? നിങ്ങൾ നെക്സ്റ്റ് 7th to 8th 9th പറഞ്ഞു പോകുമ്പോഴേക്ക് എഡിറ്റിങ്ങിൻ്റെ എന്ത് ചെയ്യും? ലെവൽ മാറി വരും. സോ ദിസ് ഇസ് എ ബേസിക് ക്വസ്റ്റ്യൻ ഫ്രം അവർ ചാപ്റ്റർ. നോക്ക് ഇവിടെ. When Appu come out of the house, Durga took a coconut shell, him from and expertly got the mix of oil and salt into the mango slices. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പാഠത്തിൽ അതേ എന്താ പറയുക സെൻറ്റൻസസാ ഇവിടെ തന്നിരിക്കുന്ന. ഫസ്റ്റ് തെറ്റുകൾ ഒന്ന് കം എന്നാണ് അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? ദുർഗ, അതൊരു മിസ്റ്റേക്ക്. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഹിം ഫ്രം. ദെൻ ഇറ്റ് ഈസ് യെസ്, അത്രയേ ഉള്ളൂ. സോ 3 എണ്ണേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇവിടെ നോക്കാൻ കം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം കം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് we1. എല്ലാ സെൻറ്റൻസും നോക്കി. ഇവിടെ ടുക്ക് എന്ന് പാസ്റ്റ് ടെൻസ് ആ തന്നത് we2 ആണ്. ഇവിടെ ഗോട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, we2 ഫോം ആണ്. അപ്പം നമുക്ക് ഈ സെൻറ്റൻസുകൾ മുഴുവൻ തന്നത് എന്തില്ല? പാസ്റ്റ് ടെൻസിലാണ്. അപ്പം നമ്മൾ എന്ത് വേണം? കെയിം. അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം? we2 ഫോം പാസ്റ്റ് ടെൻസ് കൊടുക്കണം. കെയിം. ദുർഗ എന്ന് പറയുന്നത് നോക്ക്, നമുക്കറിയാം എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ദുർഗ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. ഒരു വ്യക്തിയുടെ പേരിന് നമ്മൾ എന്താ പ്രോപ്പർ നൗൺ എന്താ പറയുക? ഒരിക്കലും സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടില്ല. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ദുർഗ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇവിടെ നോക്ക് നിങ്ങൾ, 3ാമത്തേത് നോക്കടാ. ഹിം ഫ്രം. നമ്മൾ ഒരിക്കലും എന്താണ് ഹിം ഫ്രം എന്ന് പറയില്ല. ഫ്രം ഹിം അയാളിൽ നിന്നും. ഫ്രം ദി ടീച്ചർ കയ്യിൽ നിന്നും. ഫ്രം മൈ ഫാദർ എൻ്റെ അച്ഛനിൽ നിന്നും. ഫ്രം മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്. സോ ഫ്രം ഹിം എന്നാണ് എന്ത് ചെയ്യുക? കറക്റ്റ് സെൻറ്റൻസ് എന്ത് വേണ്ട? ഓടുവേണ്ടേ? ഷെൽ ഫ്രം ഹിം, അവനിൽ നിന്നും, അവൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ ഒരിക്കലും എന്താണ്? ഹിം ഫ്രം എന്ന് വരാൻ പാടില്ല. ഫ്രം ഹിം. ദിസ് ഇസ് ദ തിങ്. അപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴും ടെൻസ് നോക്കണം. ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത്? പ്രോപ്പർ നൗൺസ് തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ നിങ്ങളെ മൈൻഡിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ആക്ച്വലി ഇന്ന് നമുക്ക് എന്താ പഠിക്കാനുണ്ടായിട്ടിരുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡിസ്കോസസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്തുണ്ട് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ വീഡിയോസൊക്കെ വരും എന്താണ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആവും. സോ ബി വിത്ത് us, ബി വിത്ത് മീ. താങ്ക് യു സോ മച്ച്.